വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി 46 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, വീണ്ടും ഇത്തരത്തിൽ വില വർധന വരുമ്പോൾ ജനങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇന്നത്തെ വില വർധനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ധനവില വർധനവ് എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വാതകത്തിലും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയാണ് 46 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ എണ്ണ കമ്പനികൾ 1-ാം തീയതി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഈ പാചകവാതകത്തിൻ്റെയൊക്കെ വില വർദ്ധിപ്പിക്കുന്നത്. അത് പ്രകാരം ഇപ്പോൾ 46 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം 3085 രൂപയായിരുന്നു കൊമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ വിലയെങ്കിൽ ഇപ്പോൾ അത് 3131 രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാറ്ററിംഗ് മേഖല, അതോടൊപ്പം ഹോട്ടൽ മേഖലയൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ തവണ വിലയുയർത്തിയ ഘട്ടത്തിൽ സൂചന പണിമുടക്കടക്കം നമ്മൾ കണ്ടതാണ് കാറ്ററിംഗ് മേഖലയുടെ. ഇനി വില കുറയ്ക്കാതെ ഞങ്ങൾക്ക് രക്ഷയില്ല എന്നവർ പറയുകയും പക്ഷേ അങ്ങനെ നടപടി ഉണ്ടായില്ല. അതിന് പിന്നാലെ ഈ ഹോട്ടലിൽ വിൽക്കുന്ന വസ്തുക്കളുടെ വില കൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് പോയി. സ്വാഭാവികമായും വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. അതല്ലെങ്കിൽ അവർ തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമോ, അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ള കാര്യം ഏറെ ശ്രദ്ധേയമാണ്. ഏപ്രിലിൽ 2902 രൂപയായിരുന്നു വാണിജ്യ സിലിണ്ടറുകളുടെ വില. അതായത് കഴിഞ്ഞ ഏകദേശം ഒരു 2 മാസത്തിനിടെ വലിയൊരു വർധനവ് 1000-1500 രൂപയ്ക്ക് 1200 രൂപയ്ക്ക് അടുത്താണ് പാചകവാതക വിലയുമായി ബന്ധപ്പെട്ടുള്ള വർധനവ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഗാർഹിക ഗ്യാസുകൾക്ക് അതിന് വിലവർധന ഉണ്ടായിട്ടില്ല. 920 തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വിലവർധനവ് എങ്ങനെ ഹോട്ടൽ മേഖലയെ ബാധിക്കും? സ്വാഭാവികമായി ഹോട്ടൽ മേഖലയെ ബാധിക്കുമ്പോൾ അത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടി കടന്നു വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യതയിൽ കുറവുണ്ടായിരുന്നു. അതിനിടെ വിലവർധനയും ഉണ്ടായിരുന്നു. ഇപ്പോൾ 46 രൂപയാണ് സിലിണ്ടറിന് കൂടിയത്. വീടുകളിൽ ലഭിക്കുന്ന ഗാർഹിക സിലിണ്ടറുകൾക്ക് വില കൂടിയിട്ടില്ല എന്നത് ചെറിയൊരു ആശ്വാസമാണ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.